ഗ്രൂപ്പ് ജേതാക്കളാവാൻ ജയം അനിവാര്യമായ മത്സരത്തിൽ അതിനൊത്ത കളിയാണ് ആൻസലോട്ടി ആസൂത്രണം ചെയ്തത്. എതിരാളികളുടെ ഗോൾ മുഖത്ത് ചെന്ന് വരെ പ്രസ് ചെയ്യുക, ഹേരിയയിൽ പന്ത് വീണ്ടെടുക്കുക എന്നതായിരുന്നു തുടക്കത്തിലെ പദ്ധതി. റാഫിഞ്ഞയ്ക്ക് പകരം റയാൻ സ്കോട്ട് ഡിഫൻഡറിൽ നിന്ന് പന്ത് തട്ടിയെടുക്കുകയും വിനി അനായാസം ഗോൾ നേടുകയും ചെയ്തപ്പോൾ തന്നെ കളി ബ്രസീലിന്റെ വരുതിയിലായി. സ്കോട്ട്ലാൻഡിന്റെ മറ്റൊരു ഡിഫൻസീവ് ബ്ലണ്ടറിൽ നിന്ന് വന്ന ആ ഗോൾ നിഷേധിക്കപ്പെട്ടെങ്കിലും വിനിയുടെ രണ്ടാം ഗോൾ തടയാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു. ഗോൾ ഏരിയയിൽ ബ്രസീൽ കളിക്കാരെ നിലകൊള്ളാൻ അനുവദിക്കുന്നതിനുള്ള സ്വാഭാവിക ശിക്ഷയായിരുന്നു അത്. അതിനു മുമ്പ് കുറിയ പാസുകളുമായി വേഗത്തിൽ കടന്നു കയറാനുള്ള സ്കോട്ട്ലാൻഡിന്റെ നീക്കങ്ങളെയൊക്കെ പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ചു. ആദ്യത്തെ വാട്ടർ ബ്രേക്കിന് ശേഷം അല്പസമയം ഒഴിച്ചാൽ കളി ആവേശകരമാക്കാൻ പോലും അവർക്ക് സാധിച്ചില്ലായിരുന്നു. ഇടവേളക്ക് പിരിയുമ്പോൾ തന്നെ ഗെയിം ഓവർ മൂഡിലായിരുന്നു. രണ്ടാം പകുതിയിൽ കൂടുതൽ ചടുലതയോടെ, കൂടുതൽ ലക്ഷ്യബോധത്തോടെ ബ്രസീൽ പന്തു തട്ടി. നഷ്ടമായ അവസരങ്ങൾക്കൊടുവിൽ ക്യൂഞ്ഞയുടെ ലീഡ് ഉയർത്തുകയും കളി കഴിയുകയും ചെയ്തു. ഒറ്റടച്ചിൽ ബോക്സിലേക്ക് കസമീറോ നൽകിയ പന്തിൽ ഗൊയ്മറസും ക്യൂഞ്ഞയും തമ്മിലുള്ള മനപ്പൊരുത്താണ് ആ ഗോൾ കൊണ്ടുവന്നത്. ഡിഫൻസും ഗോൾ കീപ്പറും അങ്കലാപ്പായ നിമിഷത്തിൽ ക്യൂഞ്ഞ കൃത്യമായി പോസ്റ്റിലേക്ക് പന്തിനെ പായിച്ചു. എന്നാൽ മത്സരത്തിന്റെ 76-ാം മിനിറ്റിലാണ് ക്യൂഞ്ഞക്ക് പകരം നെയ്മറിനെ ആൻസലോട്ടി മൈതാനത്തേക്ക് ഇറക്കിയത്. രണ്ടാം പകുതിയിൽ പുലർത്തിയ ആധിപത്യം പരിഗണിക്കുകയാണെങ്കിൽ ബ്രസീൽ 5 ഗോളിനെങ്കിലും ജയിക്കേണ്ടതായിരുന്നു. ഹാട്രിക് നേടാനുള്ള അവസരം പലവട്ടം വിനി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഗോളുകളും കീപാസുകളും അസാമാന്യമായ വർക്ക് റേറ്റുമായി ബ്രസീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെ വിനീഷ്യസ് ജൂനിയർ ആണെന്ന് തെളിയിക്കുകയാണ്. 3 കളികൾ, 4 ഗോളുകൾ, 1 അസിസ്റ്റ്. ഇത് ഒരു വലിയ സംഖ്യ തന്നെയാണ്, പ്രത്യേകിച്ച് ലോകകപ്പിന്റെ വേദിയിൽ. ക്വാളിറ്റി കളിക്കാരുള്ള യൂറോപ്യൻ ടീമിനെതിരെ ആധിപത്യത്തോടെയുള്ള ഈ വിജയം ബ്രസീലിന് വലിയ മനോബലമാണ് നൽകുന്നത്. നൗക്കോട്ടിൽ അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. വലതുഭാഗത്ത് റാഫിഞ്ഞയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കിട്ടിയ സുവർണാവസരം റയാൻ ഗോളാക്കിയിരുന്നുവെങ്കിൽ അയാൾക്കും ടീമിനും അത് അധികം ബൂസ്റ്റായേനെ. മഞ്ഞക്കുപ്പായക്കാർ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് വെറുമൊരു മത്സരം മാത്രമല്ല, അത് ചരിത്രത്തിന്റെ കാവ്യാത്മകമായ തുടർച്ചയാണ്. ലോക ഫുട്ബോളിന്റെ നെറുകയിൽ സിംഹാസനമുറപ്പിച്ച അനിഷേധ്യമായ രാജാക്കന്മാരാണ് ഈ ബ്രസീൽ. ചരിത്രത്തിലെ എല്ലാ ലോകകപ്പുകളിലും പന്ത് തട്ടിയ ഒരേയൊരു രാജ്യമാണ് ബ്രസീൽ. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പിൽ മുത്തമിട്ടതും ബ്രസീൽ തന്നെയാണ്. ബ്രസീൽ എന്ന 3 അക്ഷരം ഫുട്ബോൾ ലോകത്തിന് വെറുമൊരു പേര് മാത്രമല്ല, അതൊരു വികാരമാണ്, ഒരു ആവേശമാണ്, ഒരിക്കലും കെട്ടടങ്ങാത്ത ആവേശമാണ്. തുടർച്ചയായി 12 തവണ ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ടം കടന്ന് പരാജയമറിയാതെ മുന്നേറുക എന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ വെറുമൊരു നേട്ടം മാത്രമല്ല, അതവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആധിപത്യത്തിന്റെ നേർക്കാഴ്ചയാണ്. കാലം എത്ര കഴിഞ്ഞാലും, കളിക്കളം എത്ര മാറിയാലും ലോകവേദികളിൽ ബ്രസീലിന്റെ ഈ അപരാജിത കുതിപ്പിന് കടിഞ്ഞാണിടാൻ ഇക്കാലമത്രയും ആർക്കുമായിട്ടില്ല. എതിരാളികൾ മാറി മാറി വന്നിട്ടും തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അതിരുകൾ കാക്കാൻ അവർക്കിന്നും കഴിഞ്ഞിട്ടുണ്ട്. തകർച്ചയിലേക്ക് വീഴുകയാണെന്നും ഇനി ആ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരാൻ വർഷങ്ങളെടുക്കുമെന്നും വിമർശകർ പറഞ്ഞപ്പോഴും കാനറികൾ തളർന്നില്ലായിരുന്നു. ഡൗൺഫോൾ ഒന്നും റീബിൽഡ് ഒന്നും പറഞ്ഞ് എഴുതി തള്ളിയവരുടെ മുമ്പിൽ ഇനി അവരുടെ ആ സ്വാഭാവിക പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. അതവർ പുറത്തെടുക്കുകയാണ്, ഉയർത്തെഴുന്നേൽക്കുകയാണ്. പ്രതിസന്ധികളെ കാറ്റിൽ പറത്തി അവിശ്വസനീയമായ പോരാട്ട വീര്യത്തോടെ അവർ മൈതാനത്ത് വിസ്മയം തീർക്കുമ്പോൾ ഫോം എന്നത് താൽക്കാലികമാണെന്നും ക്ലാസ് എന്നത് ശാശ്വതമാണെന്നും അവർ ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകകപ്പ് വേദിയിലെത്തുമ്പോൾ ബ്രസീൽ ടീമിന് ചുറ്റുമുണ്ടാകുന്ന ആ ഒരു ഹൈപ്പ് വിവരിക്കാൻ സാധിക്കാത്തതാണ്. ലോകകപ്പിന്റെ പച്ചപ്പുൽ മൈതാനത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ തന്നെ ഓരോ കളിക്കാരൻ്റെയും മാനസികാവസ്ഥ പാടെ മാറുന്നു. തങ്ങളുടെ നെഞ്ചിലെ ആ 5 നക്ഷത്രങ്ങളുടെ ഭാരവും അഭിമാനവും ഉൾക്കൊണ്ട് അവർ പന്ത് തട്ടുമ്പോൾ അവരുടെ സാമ്പാത്താളത്തിന്റെ മാന്ത്രികത വീണ്ടും ജനിക്കുകയാണ്. അവർ വെറുമൊരു കളിക്കാർ മാത്രമല്ല, ലോകകപ്പിന്റെ യഥാർത്ഥ അവകാശികളായി, പോരാളികളായി മാറുകയാണ്. ഈ കുതിപ്പ് ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ തിരിച്ചുവരവ് വരാനിരിക്കുന്ന വലിയ വിജയങ്ങളുടെ ഒരു മുഖവര മാത്രമാണ്. ഇത്തവണ അവർ ഒരുപാട് ദൂരം പോകുമെന്ന് ഉറപ്പ് തന്നെയാണ്.